ബീഹാർ വൻ പ്രക്ഷോഭങ്ങളുടെയും മൂവ്മെന്റുകളുടെയും നാടായിരുന്നു. ചമ്പാരൻ ഉൾപ്പെടെയുള്ള പ്രദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. തെറ്റുകൾക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടന്ന മണ്ണാണ് ഈ ബീഹാറിന്റെ മണ്ണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന പ്രക്രിയക്കെതിരായിട്ടുള്ള ധീരമായ പോരാട്ടമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള മഹാഗഠബന്ധൻ ഇന്ത്യ അലയൻസ് നേതാക്കന്മാർ തുടങ്ങി വെച്ചിരിക്കുന്ന അതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ പരിപൂർണമായി കൂട്ടുനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും 2023 പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം. ആ നിയമത്തിന്റെ ഫലത്തിലാണോ ഇലക്ഷൻ കമ്മീഷണർമാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് സംശയിക്കേണ്ടി വരുന്നത്. ആ നിയമം അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷണറെയോ മുൻ കമ്മീഷണർമാരെയോ അവരുടെ ഡിസിഷന്റെ പുറത്തോ അവരുടെ നടപടികൾക്ക് പുറത്തോ കേസെടുക്കാൻ പറ്റില്ല എന്ന ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുകയാണ് അവർക്ക്. അന്ന് ഞങ്ങൾ ശക്തമായി എതിർത്തതാണ്. ഇലക്ഷൻ കമ്മീഷനും മുൻ ഇലക്ഷൻ കമ്മീഷണർമാർക്കും ഇമ്മ്യൂണിറ്റി അത് കൊടുത്തിരിക്കുകയാണ് ഇവർ. അതിന്റെ ബലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഒന്നിച്ചിറങ്ങിയാൽ ഏത് നിയമത്തിനും ആരെയും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടും. അങ്ങനെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് ബീഹാറിൽ തുടക്കം. വൻ ജനാവലിയായിരുന്നു സ്വാഭാവികമായിട്ടും. ഈ അടുത്ത് കണ്ടാൽ ഏറ്റവും വലിയ ജനാവലിയായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്നാണ് ഈ പോരാട്ടത്തിൽ ആളുകൾ അണിചേരുന്നത്. രാഷ്ട്രീയ വ്യത്യാസമന്യേ ആളുകൾ കാരണം ബേസിക്കലായി ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അതിനെ ഒരു ജനത്തിനും അംഗീകരിക്കുന്നില്ല. ഇതെല്ലാം പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള ആക്രമണം കൂടിയാണ്. ആരുടെ വോട്ടാണ് കട്ട് ചെയ്യപ്പെടുന്നത്? പാവപ്പെട്ടവരുടെ. ആരെയാണ് കളിപ്പിക്കുന്നത്? പാവപ്പെട്ടവരുടെ. അപ്പൊ അതുകൊണ്ട് ഇത് പാവപ്പെട്ടവർക്കെതിരായിട്ട് അവർ നടത്തുന്ന പോരാട്ടമാണ്. പാവങ്ങളെല്ലാം ഞങ്ങളോട് വരും ദിവസങ്ങളിൽ നിന്ന് കൂടുതൽ ബോധ്യപ്പെടും. കാരണം ഈ ഇലക്ഷൻ കമ്മീഷന്റെ ചെയ്തികൾ വരും ദിവസങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ പുറത്തുവിടാൻ പോവാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ പറയേണ്ടത്? ഇതേ ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ധൈര്യമായിട്ട് പറയല്ലേ വേണ്ടത്. അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ്. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കല്ലേ വേണം. അതിന് പകരം സത്യം ഉന്നയിക്കുന്നവരെ അവരെ നേരെ ആക്രോശിച്ച് സിനിമാ സ്റ്റൈലിൽ ആക്രോശിച്ചാൽ അവരാരും പേടിച്ചു പോകും. അത് സിനിമയിലല്ലേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ആക്രോശം. ഇവിടെ ആരും പേടിക്കും. ആ ഡയലോഗൊക്കെ അവിടെ വന്നു.